മഴമേഘമേ തണലായി വാ മഴമേഘമേ തണലായി വാ തനതും ദും 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 തനതും ദും ദും തനതും ദും 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 തനതും ദും ദും നീ എൻ കാതിലോരം പാടുമ്പോൾ സ്നേഹം പൂക്കളായി പെയ്യുന്നു നീ എൻ കാതിലോരം പാടുമ്പോൾ സ്നേഹം പൂക്കളായി പെയ്യുന്നു മിഴി നിന്നെ തേടി ഞാനറിയാതെ മനമൊന്നായി മാറി നാം അറിയാതെ ഏതോ മൗനാനുരാഗമായി നീ എൻ ജീവന്റെ ശ്വാസമായി മഴമേഘമേ തണലായി വാ മഴമേഘമേ തണലായി വാ ആരോ മന്ത്രം പോൽ മൂളുന്നു മനമാകെ നീ തന്ന മോഹം കാണാ കനവാകെ മായും നേരം മൗനം പോലെന്നിലാരോ നാമടുത്തെന്നു തോന്നി താനേ മെയ് തനിച്ചല്ലയോ നേർത്ത മഞ്ഞാകെ മൂടി നമ്മെ നോവ് സുഖമല്ലയോ ഏതോ മൗനാനുരാഗമായി നീ എൻ ജീവന്റെ ശ്വാസമായി മഴമേഘമേ തണലായി വാ മഴമേഘമേ തണലായി വാ തനതും ദും 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 തനതും ദും ദും തനതും ദും 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 തനതും ദും ദും الله أكبر الله أكبر الله أكبر الله أكبر
ഈ ബ്രൂസ്ലിയൊക്കെ 6 പാക്ക് ആവാനേ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാവല്ലേ. ശ്രമിച്ച എനിക്കൊക്കെ അങ്ങനെ ആവാല്ലേ. ഉടായി പഠിക്കാതെ മിണ്ടാതിരിക്കടാ. ഓടാ അവിടുന്നു. ഇപ്പോഴത്തെ പിള്ളേരോട് കളിക്കല്ലേ. എടാ കട്ടൻ ചായ മതിയാ ഉണ്ണി. രണ്ട് മക്കളെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം യുവതി ഒളിച്ചോടി. ഇതൊക്കെ ഒരു ഫാഷനായി മാറി. ആ അത് ശരിയാണ്. നമ്മുടെ രാമന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയല്ല. അതും കാമുകനൊപ്പാണ് പോയത്. പിന്നല്ലാണ്ട് അത് ഈ രാമന്റെ കൂട്ടുകാരനൊപ്പം ഒളിച്ചോടി പോയി. അതൊക്കെ അങ്ങനെയാണെന്ന്. എടാ അവക്ക് തിന്നിട്ടിരിക്കാൻ പാടില്ലാണ്ടാണ്. ആ രാമൻ എന്ത് മെനയുള്ളവനാണെന്നറിയാമോ? ഇപ്പൊ അവന് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല. പോയപ്പോ എന്റെ അച്ചോടം പോയി കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണിയെ കഴിക്കാത്ത ചൊറയില്ല. ഈടാ അതിന് നിനക്ക് എവിടെന്നെങ്കിലും പെണ്ണ് കിട്ടും. ആ നീ കല്യാണം കഴിക്കാതിരിക്കടാ നല്ലത്. വെറുതെ അയൽവക്കത്തെ പിള്ളേർക്ക് പണി ഉണ്ടാക്കാനാണ്. കളിക്കല്ലേ. എടാ പതുക്കെ തിന്നാ മതിയടാ. പഴം തൊള്ളേ കെട്ടി ചാകണ്ട. എല്ലാരും എത്തിയല്ലോ. നീ എന്താ കളി കഴിയണ്ടേ. 28കാരന്റെ കൂടെ 60കാരി. ആ ആനന്ദാ, നിന്റെ കാര്യം ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. ഇന്നാ ഒരു മുട്ട കഴിക്കും, വൈറ്റിലുണ്ടാകും. ആ ഒരു സ്പെഷ്യലാണെന്ന് കൂട്ടിക്കോ. അവനെ മാത്രമേ മുട്ട. നീ എന്താണ് അത് മീട്ട് നോക്കണ? കൊടുക്കണ്ടാട്ടാ. ഒരാളൊരു സാധനം തീറ്റിക്കൂല. ഉണ്ണിക്കൊരു വായടപ്പം കിട്ടി. നമ്മുടെ സേതുവിന്റെ കാര്യം വല്ലതും തീരുമാനമായാടാ? ഒരു പെണ്ണ് ഓക്കായണക്ക. ആണോ? അത് നന്നായി. ഓന്റെ കാര്യം പോക്കന്നെ. അവരെന്തോരം പെണ്ണ് കാണാൻ പോയാണെന്നറിയാമോ? ഒരു കാര്യം നടന്നില്ല. ഓട വേട്ടോ. ഇതെന്തായാലും നടക്കടാ. ഇത് നടക്കോ? പടച്ചോനെ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഏടെ നടക്കാൻ ഓൻ പോലും നടക്കുന്നില്ല, പിന്നെ ഈ കാര്യം നടക്കാൻ. നീ കൈയൊന്നെടുത്ത് കൈയെടുക്ക്. വായിച്ചത് ഞാൻ വായിച്ചിട്ടാ. വായിക്കാണ്ടായിരുന്നു. പൊളിച്ച് ഒരു ലോട്ടറി നോക്കാനുണ്ട്. കൊടുക്കാൻ മതി മൂന്നും കെട്ടവൻ. ലോട്ടറി നോക്കാൻ തരാം. വാർത്ത ഇവിടെ ഇരുന്ന് വായിക്കാൻ നിൽക്കരുത്. കർഷക ആത്മഹത്യ പാലക്കാട് വീണ്ടും. ബെസ്റ്റ്. ഇങ്ങനെ പോയ അരിഭക്ഷണം നിർത്തി ഡിജിറ്റൽ ഫുഡ് ആക്കേണ്ടി വരുമോ? എന്ത് ഡീറ്റെയിൽ ഫുഡാ? നീ എന്തറിഞ്ഞിട്ടാ വർത്താനം പറയണ? കർഷകര് പാടത്തിറങ്ങാൻ നീയൊക്കെ എന്തെടുത്തിട്ടുണ്ണു? മണ്ണുണ്ണും. ആ വന്നല്ലോ അടുത്ത മണ്ണുണ്ണി. ഇങ്ങടെ കയറല്ലേ. ഇതൊന്ന് ബേജാറാണ്. നീ എന്താ ലേറ്റ് അതൊക്കെ പോട്ടെ. സുന്ദരിയുണ്ടല്ലോ. സത്യമായിട്ട് ഇന്ന് നീ ഫ്രീയാ? പിന്നല്ലാതെ. അത് പോട്ടെ. ഇന്ന് എന്താ പരിപാടി? നമുക്ക് സിനിമക്ക് പോയാലോ? ഏത് സിനിമ? ആയിഷ വെഡ് ഷമീർ റിലീസ് ആയിട്ടല്ലോ. അത് പോയാലോ? ഒത്തിരി ആഗ്രഹിച്ച പടം. നല്ല കുട്ടിയാ. ഇതെങ്കിലും നടന്നു കിട്ടിയാ മതി. ആരാ ഇത്? കുമാരനോ? എന്താടാ നിന്നൊരു പരികരൊക്കെ ഒന്ന് ഒത്തു വന്നിട്ടുണ്ട്. പഴയതുപോലെ ആവുമോ? ഒരിക്കലും ഇല്ല. അല്ല, നീ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കി. സാറ് പോകല്ലേ? ഞാൻ എല്ലാ കാര്യങ്ങളും ദിവ്യത്തോട് പറഞ്ഞു. ഞാൻ ഇറങ്ങും. സബു, വാമ ഗ്രൂപ്പിന്റെ ഓഫീസ്. വല്ലാത്ത ചൂടില്ലേ ദിവ്യത്തിയ? വന്നല്ലോ. നിങ്ങൾക്ക് വേറെ പണിയില്ലേ കുമാരേട്ടാ? ഒന്ന് പോടാ ചെറുക്ക. കുമാര, നീ ഓൻ പറയുന്നൊന്നും കാര്യാക്കണ്ട. ഓ, ഞാൻ പറയുമ്പോഴാ പ്രശ്നം. ഓൻ പറയുന്നൊന്നും കാര്യാക്കണ്ട. നിങ്ങൾ കാര്യം പറയും. ദിവ്യത്തിയെ നല്ല പഠിപ്പുള്ള കുട്ടിയാ. അത്യാവശ്യത്തിന് സൗന്ദര്യമുണ്ട്. ഒരനിയത്തി മാത്രമേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞില്ലേ? ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പൂർണ്ണ സമ്മതം. പിന്നെന്താ ചെറിയൊരു പ്രശ്നമുണ്ട് ദിവ്യത്തി. അതിന് അവര് വലിയ തറവാടികളൊന്നുമല്ല, കർഷകരാ. അച്ഛൻ കുറെ കാലം സുഖമില്ലാണ്ട് കിടപ്പില്ല. അതൊന്നും കാര്യാക്കണ്ട.
ഇതെങ്ങനെയൊക്കെ നടന്നു കിട്ടിയാ മതി. ദൈവത്തെ ഇത് നടക്കും, എന്റെ മനസ്സ് പറയുന്നുണ്ട്. ദേവി ഈശ്വരാ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ. അയ്യോ, ചൂല കയ്യില്. എവിടെയാ? വന്നോ? അയ്യോ, ഞാനവിടെ കുത്തിയിരിക്കുന്നു. താനിത് എവിടെയായിരുന്നു? തന്നെ ഈ വഴിക്ക് കണ്ടിട്ട് കാലം കുറേ ആയല്ലോ. രമണിയെ ചീത്ത അറിയരുത്. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമ ഏച്ചിക്ക. കിട്ടിയിലും പാർട്ടിയാ. രമണിയെ ഇങ്ങനത്തെ ഒരു ഭാഗ്യങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. കുട്ടിയൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി. ഓ താൻ തന്റെ ജോലി നോക്കും. ഇനിയിപ്പൊ എന്താ വേണ്ട? ഞാൻ കുട്ടീന്റെ നല്ലൊരു ഫോട്ടോ പാർട്ടിക്ക് കാണിക്കാനാ. ക്ലോസ് ആയിക്കോട്ടെ, തെറ്റിദ്ധരിക്കരുത്. ഒരു ഉണ്ടായിക്കോട്ടെ. നല്ല ഫാമിലിയാ. നല്ല അടിയായിക്കോട്ടെ. ഭാസ്കരേട്ട്, നീ ഇങ്ങോട്ട് പാടോ, നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് കുത്തിയില്ല. നിങ്ങൾ എണീറ്റ്. ഞാൻ അവരോട് നിങ്ങൾ കിടപ്പിലാന്ന് അറിഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? എന്താക്കാൻ, എന്ത് ചെയ്തിട്ടും കാര്യമില്ലടോ. ചികിത്സ കൊണ്ടൊന്നും ഒരു ഗുണമില്ലടോ. പോണോടത്തോളം അങ്ങോട്ട്. ഞങ്ങൾ ബെഞ്ചിലിട്ട് രാമായണം വായിക്കട്ടെ. തമാശയാണ്, തമാശയാണ്. ഫോട്ടോ എടുക്കും, പോട്ടെ. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് മതി ആഘോഷം. ഒന്ന് മാറിക്ക്. ആസ്കാട്ടിന് വിഷമാവും. ചായ നിങ്ങളുടെ കുടിച്ചില്ലേ? ചായ കുടിച്ചിട്ട് എന്ത് കാര്യം? എന്റെ അമ്മ എമ്മാരിടുപ്പ്. ആ ഫോട്ടോ കൊണ്ട് നശിപ്പിക്കല്ലേ? ആ സേതുവിന്റെ കൈ കൊണ്ട് കൊടുക്ക്. ഒരു ഉണ്ടംപരി എടുക്കുന്നുണ്ട്. ഉണ്ടംപരി. ആ എടുത്തോടെ എടുത്തോ. നീയൊക്കെ നമ്മുടെ പിള്ളേരല്ലടാ, അതൊക്കെ എന്നാ ചോദിക്കണ. ഒരു സംഭവം അതെ, മക്കള് വന്നാലാണ് എന്റെ കൈയൊന്നും ഒഴിയണത്. എന്തൊക്കെയാണ്ടാ? ഒരു വിശേഷം ഉണ്ട്. ഒരു കോഴി ബിരിയാണിക്കുള്ള കോളനൊക്കെ ഉണ്ടല്ലോടാ. ഇല്ല. ഇല്ലേ? എന്താണ്? പപ്പടം പായസം ആയാലും. ആ മതി, സദ്യ മതി, സദ്യ മതിയടാ. മറ്റതെല്ലാവരും നിന്ന് വെറുത്തേ. ഇതടിപൊളി. അത് സത്യം. ഏത് നോക്കട്ടെ. സേതുവേ, നിനക്ക് നല്ല ജോഡിയാണല്ലോ. അത് കിട്ടിയല്ലേ? എന്ത്? ഒന്നും മിണ്ടായിരിക്കടാ പോർക്കെ, അത് അവന് കിട്ടും. പിന്നല്ലാതെ. നീ ധൈര്യമായിട്ടിരിക്കടാ. സേതുവിന്റെ ബീവിയാടി കൊള്ളാല്ലേ? നല്ല ചേച്ചി. അതെ, നല്ല താത്ത. പള്ളി അല്ല, നീ കണ്ട, നിനക്ക് ഇഷ്ടമായ? അതിന് എന്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ. കിട്ടിയ മല മതി. മെനക്കെട്ട വർത്താനം പറയാണ്ട് പോയേടാ. നീ കാര്യമാക്കണ്ട, നിനക്ക് ഇത് നടക്കും. ഹൈറ്റിന്റെ പ്രശ്നമുണ്ട്. അതെ, അവ നോക്കിക്കോളും. നീ ഉഷ്ണിക്കണ്ട. ഓ അമ്പമ്പോ, ഇത് നല്ല മൊഞ്ചത്തിയാലടാ. ദേ നോക്കിയേ. രണ്ടുപേരും കൂടി പച്ചയും പച്ചയാക്കിട്ട് ഇറങ്ങിയൊക്കെ. പുലരിയിലൊരു പൊൻസൂര്യൻ നിഴൽ വിരിയും നേരം, പുതുവാനിൽ ശലഭങ്ങൾ നിഴൽ തിരയും പോലെ തേടും പ്രിയരാഗങ്ങൾ തേൻതുള്ളികൾ പോലെ. വഴിയരികിൽ പ്രണയമുഖം മഴയായി മിഴി നനയുമ്പോൾ നിഴലുകളകലെ. പുലരിയിലൊരു പൊൻസൂര്യൻ നിഴൽ വിരിയും പുതുവാനിൽ ശലഭങ്ങൾ നിഴൽ തിരയും പോലെ തേടും പ്രിയരാഗങ്ങൾ തേൻതുള്ളികൾ പോലെ. വഴിയരികിൽ പ്രണയമുഖം മഴയായി മിഴി നനയുമ്പോൾ നിഴലുകളകലെ.
കനവിൽ കവിതകൾ എഴുതുമ്പോൾ ഹൃദയം ചുടുനിളമഷിയാകും. വരിയിൽ പ്രിയമുഖമോ ചിരി വിതറുന്നുവെന്നാലും തിരയും ചില സ്വപ്നങ്ങൾ കണ്ണീരിൻ മറയത്തും കാണാമൊരു ജന്മം പോലെ. പുലരിയിലൊരു പൊൻസൂര്യൻ നിഴൽ വിരിയും നേരം പുതുവാനിൽ ശലഭങ്ങൾ നിഴൽ തിരയും പോലെ തേടും പ്രിയരാഗങ്ങൾ തേൻ തുള്ളികൾ പോലെ. വഴിയരികിൽ പ്രണയമുഖം മഴയായി മിഴി നനയുമ്പോൾ നിഴലുകളകലേ. മോളി നീറ്റോ? സേതു നീറ്റില്ലേ? അല്ല, കുളിച്ചില്ലേ? കുളിച്ച് ശുദ്ധിയായിട്ടൊക്കെ വേണ്ടേ അടുക്കളയിലേക്ക് കയറാൻ? ദാ, ഇത് മോൾക്കുള്ള ചായ. ഇത് സേതുവിന് കൊടുത്തേക്കോ. അവനെ പഞ്ചസാര കുറച്ച് കൂടുതൽ വേണം. അച്ഛനവന് പഞ്ചസാര വേണ്ടേ വേണ്ട. മോളവന് ചായ കൊണ്ട് കൊടുത്തില്ലേ? കള്ളാ, ഇന്നലെ ഫസ്റ്റ് ആയിട്ട് ഒക്കെ അടിച്ചു പൊളിച്ചല്ലേ. അതിന്റെ ക്ഷീണല്ലേ മുഖത്ത്? എന്നാ എന്റെ മുഖത്തൊരു വാട്ടോ? എന്തി പ്രശ്നമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ? അവൾക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവല്ലേ. എടാ, അവള് പുതിയ വീട്ടിൽ വന്നുകൊണ്ടാ. നീ ആ കാര്യം കണ്ട? അതൊക്കെ ശരിയാവും ചെയ്തു, സമാധാനിക്ക്. നമ്മക്കതൊക്കെ ശരിയാക്കി എടുക്കടാ. ഇങ്ങനെ വേദന തീറ്റിക്കാതെ ഒന്നങ്ങാട് വിളിച്ചൂടെ? രമണിയേ, വാ. കുറച്ച് കുഴമ്പ് എന്റെ കാലിലൊന്ന് ഇട്ട് താടിയേ. ഓ, വല്ലാത്ത വേദന. മോളെ, നീ എന്താ ഒറ്റക്ക്? സേതു വന്നില്ലേ? നീ എന്താടി അവിടെ ആരോടും പറയാതാണ് ഇങ്ങോട്ട് വന്നത്? നിന്നോടാ ചോദിച്ചത്. മോളെ, നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് വയ്യ അച്ഛ അവിടെ മരിച്ച് ജീവിക്കാൻ. സേതു ആണെങ്കിൽ അങ്ങനെ. അമ്മയ്ക്കത് പറഞ്ഞു മനസ്സിലാവില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അതവിടെ കിടന്ന് നശിപ്പിക്കാൻ എനിക്ക് വയ്യ. ഇവളെന്താ ഇങ്ങനെ? എടി പെണ്ണെ, നീ ഇതെന്ത് ഭാവിച്ചാ? ഞാനും നിന്റെ അച്ഛനെ ഇപ്പഴാ മനസമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങുന്നേ. ഇങ്ങോട്ട് നോക്കിയേ, ഞങ്ങൾക്ക് നീ മാത്രല്ല, നിനക്ക് താഴെ ഒരു മോളൂടുണ്ട്. മനസ്സിലായോ? മോളെ, നിനക്ക് അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ലേ? എടി, ഇനി നീ ഇങ്ങോട്ട് വന്നാ നീ കാരണം ഞങ്ങൾ എല്ലാവരും വിഷം കഴിച്ചു മരിക്കാൻ നിവൃത്തിയുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തിരിക്കും, നീ നോക്കിക്കോ. ഞാൻ കാരണം ആരും മരിക്കണ്ട. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർത്തോളാം. മോളെ, നീ എന്താ ആരോടും പറയാവന്നേ? നിന്നെ കാണാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? കേറ്. നീ മമ്മിയോട് ചോദിച്ചോ നമ്മുടെ കാര്യം? ഇല്ല, എനിക്ക് പപ്പയുടെ കാര്യം ആലോചിക്കുമ്പോഴേ പേടിയാ. എന്നാ പിന്നെ നീ ഏട്ടനോ പറഞ്ഞു നോക്ക്. അവൻ പറഞ്ഞ അവർ കേൾക്കില്ല.
ആ പറഞ്ഞു നോക്കാം. അപ്പൊ അവർ സമ്മതിച്ചില്ലെങ്കിലോ? ആരും അറിയാതെ നമുക്ക് അന്തസ്സായിട്ട് ഒളിച്ചോടണം. ഞാൻ റെഡി. എന്താടി നീ ഇന്ന് ക്ലാസ് പോയില്ലേ? ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞേട്ടാ. ഇതാരാ? ഏട്ടാ ഇതെന്റെ ഫ്രണ്ട് ആനന്ദ്. നീ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ജോലിക്ക് ട്രൈ ചെയ്യുന്നു. നീ വീട്ടിലോട്ടല്ലേ? ആ ഏട്ടാ. കയറ്. അപ്പൊ ആനന്ദേ കാണാം. എന്താടി ചുറ്റിക്കളി വല്ലോ ആണോ? ഓ അങ്ങനെയൊന്നുമില്ല ഏട്ടാ, എന്നെ വലിയ ഇഷ്ടാ. ആനന്ദ് നല്ലവനാ. പപ്പയെ പേടിച്ചിട്ടാ ഞാൻ ഒന്നും പറയാതിരുന്നേ. അപ്പൊ നിനക്ക് എന്നെ പേടിയില്ലേ? അതിന് എന്റെ ഏട്ടൻ പാവല്ലേ. ഷോപ്പിംഗ് ഒന്നും വേണ്ട, ഞാൻ പപ്പയോടും അമ്മയോടും സംസാരിക്കാം. താങ്ക്സ് ഏട്ടാ. പിന്നെ വഴിയിൽ എന്നിട്ടുള്ള സംസാരം ഒന്നും വേണ്ട. ശരി ഏട്ടാ. ഉറങ്ങിയോ? ഇല്ല. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ക്ഷമയോടുകൂടി കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. മുഖവരയുടെ ആവശ്യമില്ല, നിനക്ക് എന്തോ എന്നോട് തുറന്നു പറയാം. നിങ്ങളോടൊത്തുള്ള ജീവിതം ഒരിക്കലും എനിക്ക് സംതൃപ്തി തരില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതെൻ്റെ സ്വാർത്ഥതയാണ്. അതെൻ്റെ കുടുംബത്തിന് വേണ്ടിയാ. അവരുടെ സന്തോഷം എനിക്ക് വലുത്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം തരാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ 4 ചുവരുകൾക്കുള്ളിൽ എൻ്റെ ജീവിതം തളച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കായി എനിക്കിത് ചെയ്തേ പറ്റൂ. നീ ഇനിയും കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്, നീ അത് പറ. എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്, ഞാൻ അതിന് പോകും. ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നോക്കിയെടുത്തിയപ്പോൾ. അത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ നാളെ ജോയിൻ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഇതാ നമ്മുടെ ഓഫീസ്. എങ്ങനെയുണ്ട്? MD നല്ല ക്യാരക്ടറാ. സൂക്ഷിച്ചൊക്കെ നിന്നാ മതി. ഞാൻ MD ഉണ്ടോ നോക്കട്ടെ. മേ ഐ കം ഇൻ സർ? ഓക്കെ മോനെ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താണ് നാൻസി, മേ ഐ കമിൻ എന്നൊന്നും പറയണ്ട, ഇനി വന്നാ മതി. എന്തിനാണ് അങ്ങനെയൊക്കെ? എന്നാലും ഒന്നുമില്ലെന്നേ. ഒരു സ്റ്റാഫിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തായത്? വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് സർ. എന്നാ വിളിക്ക്, വരാൻ പറയടാ. ഓക്കെ സർ. ദിവ്യ കം. ഗുഡ് മോർണിംഗ് സർ. ആ ഇരിക്കെ. എനിക്ക് ഓവർ ബഹുമാനമൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ഇച്ചിരി സോഷ്യൽ സ്റ്റഡീസ് ആണ്. ഹായ് ബിന്ദു, ഹൗ ആർ യു? ഐ എം നോട്ട് ഗെറ്റിംഗ് യുവർ കോൾസ് എനി ടൈം. എന്താ വിളിക്കാത്തത്? ആ അതെ, ഹസ്ബൻഡ് വന്നുല്ലേ? ഓക്കെ, വിളിക്കാം. കുട്ടി ഇരിക്കേ. പേരെന്താ പറഞ്ഞില്ല അല്ലേ? അപ്പൊ പേരെന്താ? ദിവ്യ സേതു. ദിവ്യ സേതു, നല്ല പേര്. സേതു അച്ഛനായിരിക്കും അല്ലേ? ഭർത്താവാ. നല്ല കണ്ണുകളാണ് ദിവ്യയുടെ അല്ലേ? എന്നാ ചെല്ല്. ശരി സർ. നാൻസി, ആള് ഉഷാറാണ് കേട്ടാ, കൊള്ളാം. ഭാര്യയാണ്. പോകോ. ഓക്കെ സർ. ഹലോ. എടി, ഞാനിവിടെ കുറച്ച് ഫയൽസ് ചെക്ക് ചെയ്യാനുണ്ട്. ഞാൻ വന്നോളാം, വരാം. ഇത്തിരി ലേറ്റ് ആവും. എവിടെ വീട്? കോണത്തുകുന്ന്. അവിടെ ഒരു ഭാസ്കരനില്ലേ, മറ്റേ സർവക്കെല്ലാം പോകുന്നേ? ഓ, എനിക്കത്ര പോരാ. ഞാനവിടെ പുതിയതാ. ഓ, എന്താ മോളെ ഒരു കഥകളി? അമ്മേ, അവളെ ആനന്ദിന്റെ കാര്യം ചോദിക്കുന്നത്. അത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അച്ഛനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ MD? ഓ, ഞാനെന്ത് പറയാനാ. എന്നാലും സൂപ്പർ വായി നോക്കിയാ. അത്യാവശ്യം. എന്നാലും പാവാ. തോന്നി. എന്ത് വർഷത്തരം പറഞ്ഞാലും ഒന്ന് ചിരിച്ചു കൊടുത്താൽ മതി, സന്തോഷായിക്കോളൂ. അന്നെന്തായാലും അവനെ പറ്റി തന്നെ പറയണം.
അപ്പൊ നമ്മൾ രണ്ടുപേരും ചേർന്ന് മൂന്നാറ് പോയി റിസോർട്ടിൽ അടിച്ച് പൊളിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഞാനില്ല സാറേ. പിന്നെ നീ ഇല്ലാതെ എന്ത് ട്രിപ്പ് മോളെ, ഇല്ല സാറേ? അതെ അതെ. പിന്നെ ഈ 3 പേര് മൂന്നാറ് പോയാ മൂഞ്ചി പോകുന്ന എന്തോ ഒരു ചൊല്ല് മോള് കേട്ടിട്ടില്ലേ? എനിക്കറിയില്ല. ആണോ? അല്ല, നാൻസി വേണമല്ലോ. അതായത് എനിക്ക് ഹോർലിക്സും ഇഷ്ടമാണ്, ബൂസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വയറിളകൂല്ലേ സാറേ? അത് നമുക്ക് ലൈം ടീ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ? ഓ. അപ്പൊ ഇന്ന് എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പോവാം. ഓക്കെ, താങ്ക് യു. അപ്പോ ഹോർലിക്സും ബൂസ്റ്റും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാപ്പി. നീ പോകുന്നുണ്ടോ? നീ എന്താടി ഇവിടെ പരിചയപ്പെടുത്തി തരാന്ന് പരിചയപ്പെടുത്തി തരാത്തത്? അവള് സെറ്റാക്കി തരൂടാ. ഇല്ലടി, ഇവിടെ കൊറേ കാലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. അതെ, നീ നമ്പർ കൊടുക്ക്. എത്ര അയക്കാം? നിന്റെ ഒരു 13 എട്ടും. കൊച്ചി മെട്രോ അതിവേഗത്തിൽ മറ്റുള്ള ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് MDE ശ്രീ. കൊച്ചിയിലെ തിരക്കിന് അറുതി വരുത്തിക്കൊണ്ട് കുണ്ടന്നൂർ വൈറ്റില ഈ പാലാരിവട്ടം പാലത്തിന്റെ ഒരു ഗതികേട്. വയറ്റില് തുറന്നപ്പോ പാലാരോട്ടം പൊളിഞ്ഞ്. വെറുതെ അല്ല ബംഗാളികൾ പറയുന്നത്. ബംഗാളികൾ എന്ത് പറഞ്ഞു? മലയാളിക്ക് ഭ്രാന്താന്ന്. എന്തു പറ്റി? എടോ, മലയാളികൾ ഫ്ലാറ്റ് പണിയും പൊളിക്കും, ഫ്ലാറ്റ് പണിയും പൊളിക്കും, പാലം പണിയും പൊളിക്കും, പാലം പണിയും പൊളിക്കും. ഇതന്നെ അവർക്ക് പണി. അത് നമ്മുടെ മലയാളികളുടെ ഒരു ഹോബിയല്ലേ ഉണ്ണി. ഇതാണ് ഹോബി. അതെ, ഇപ്പൊ നടക്കണെന്താന്നറിയോ? ബംഗാളികൾക്ക് കൈ നിറച്ച് ജോലി, മലയാളികൾക്ക് കൈ നിറച്ച് പണി. പണി മേടിക്കാൻ മലയാളി, പണി വെക്കാനും മലയാളി. നീ എന്താണ് അന്താക്ഷരി കളിക്കാണ്? എന്തെങ്കിലും ഒരു അക്ഷരം കളിക്കണ്ടേ? നിനക്ക് പഴംപൊരിയാ ഉണ്ടംപൊരിയാ വേണ്ടത്? എനക്ക് മാത്രം പോരാ, ഇവർക്കും കൊടുക്കൂലേ? തിന്നാനല്ല, നിന്റെ അണ്ണാക്കി കുത്തിക്കയറ്റാനാണ്. എന്നാലെങ്കിലും 10 മിനിറ്റ് മിണ്ടായിരിക്കുമല്ലോ. ഓ മമ്മദ്ക്ക, ഈ ഉണ്ടമ്പൊരി രണ്ടും ഞാൻ കുത്തിക്കയറ്റി അങ്ങോട്ട് വെക്കട്ടെ? അങ്ങാട് തിരികെ സേതു, എന്ത് പറ്റിയടാ വല്ലാതെ? ചെറിയൊരു തലവേദന. കല്യാണം കഴിഞ്ഞല്ലേ, പല വേദന ഉണ്ടാവും. ആൾക്കാരികൾ വന്നല്ലോ. എന്തേ, ഇന്ന് സ്കൂൾ പോയില്ലേ? ഇല്ല. അയ്യേ, അത് മോശം. ആ മടിയാണല്ലേ. ഞങ്ങളുടെ ചങ്കിനെ ആശുപത്രി കൊണ്ടുപോവാനാ. ചങ്കോ? അതെ, ഞങ്ങളുടെ ഉപ്പേനെ ആശുപത്രി കൊണ്ടുപോവാനാ. 2 ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യട സേതു. ഇന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് എല്ലാം ഡോക്ടർ പറഞ്ഞതാണേ. എന്നെ കൊണ്ടുപോകാൻ വന്നാണ് രണ്ടാളും. എനിക്ക് ഈ പൈതങ്ങളല്ലാതെ വേറെ ആരും ഇല്ലല്ലാടാ. ഞങ്ങള് മതി, ഞങ്ങളുടെ ഉപ്പയ്ക്ക് ഞങ്ങൾ മാത്രം മതി. വെറുതെ പറഞ്ഞല്ലേ. എന്താണ് മമ്മദ്ക്ക, നിങ്ങൾക്ക് എന്താ ആവശ്യം? ഞങ്ങളില്ല ഇവിടെ. ജന്മന ഉമ്മ നഷ്ടപ്പെട്ട മക്കളാടെ ഇവര്. പിന്നെ ഞാനാണ് ഇവർക്ക് ഉമ്മ ഉപ്പ എല്ലാം. ഇവർക്ക് വേണ്ടിയിട്ടാ ഞാൻ ഈ കട തന്നെ തുറക്കണത്. നിങ്ങളോടൊക്കെ ഉള്ളൊരു സൗഹൃദം അല്ലാതെ എന്താണ് ഈ മമ്മക്കൊക്കെ ഒരു ജീവിതം? എന്താ മമ്മയ്ക്ക്? ഉണ്ണി വേഗം എടുക്കുവല്ലോ. വെള്ളം വേഗം കൊടുക്ക്. ഒന്നുമില്ല, കുടിക്ക് വെള്ളം. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. പേടിക്കണ്ട മക്കളെ, ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. ഇത് ഗ്യാസിന്റെ ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. ഗ്യാസിന്റെ ഞാൻ പറഞ്ഞല്ലേ, നീയപ്പ പറഞ്ഞു. നേരത്തെ പറയാൻ വിചാരിച്ചിനി. മറന്നുപോയിട്ടാ, സത്യം. ഓട്ടക്ക് ഈറാൻ വെച്ചാന്നുണ്ടല്ലോ. ഉണ്ണി, ഓ നിനക്കൊരു പഴംപൊരി അല്ലെങ്കിൽ ഒരു ഉണ്ടംപൊരി എടുക്കട്ടെ? എന്റെ മമ്മക്കോ. നമ്മുടെ MLA ഇത്തവണ ജയിച്ച മന്ത്രിയാ. ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചല്ലോ. അല്ല, ഇവളിത് എങ്ങോട്ടാ? ഇതെന്ത് ഭാവിച്ച? അതൊക്കെ അവൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തിനാ നമ്മൾ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നേ? എന്നുവെച്ച് ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്കിത് അത്രയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എടാ, വിജയിന്റെ സൂപ്പർ പടം കളിക്കണം, ഇന്ന് പോണം. ആദ്യം മൊബൈൽ മൊബൈലിന്റെ അത് ടിക്കറ്റ് ആരോട് കൂടെ
എവിടെന്ന് ഇപ്പൊ വീണേനെ നിലത്ത് വീണതാ. ഇത് പോയടാ. അത് പോയടാ. സ്ക്രീൻ പോയതാ. അത് അടച്ച് ഇതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എടാ ദിവ്യല്ല പോണത്. അവളിവിടെ ഒരു ഫൈനാൻസ് കമ്പനിയില്ല ജോലിയാ. ആ എന്ത് ചേഞ്ചാടാ അവൾക്ക്? അവളിപ്പോ പഴയതുപോലെ നല്ലടാ. വിട്ടടാ. സഞ്ജു അതൊന്നും ശരിയാക്കിയൊക്കെ എന്നാല്. അൽത്താഫേ ഇത് നോക്കി വെച്ചടാ. വാട്സപ്പ് വെടിക്കെട്ട് പിടിച്ച പോലെയാവും. MD ഏകദേശം എനിക്ക് മനസ്സിലായി. കുറച്ച് നാൾ കഴിയുമ്പോ നീ നോക്കിക്കോ, MD ഞാൻ ഫ്ലാറ്റ് ആക്കി തരും. MD യുടെ കഷ്ടകാലം. വായി നോക്കിയോട് ഇവിടെ നിൽപ്പുണ്ടല്ലോ, നോക്കോ. നീ നമ്മുടെ ആരും ഒന്നോട് പറഞ്ഞിട്ടില്ലേ? ഇവള് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നാൻസി. ഉമേഷ് നീ പോ, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഇവള്. ചുമ്മാ അലമ്പല്ല മോളെ. നീ പോടാ. പോവാൻ വരട്ടെ. എവിടേക്കാടി ധൃതി പിടിച്ച്? കയ്യിന്ന് വിടടാ. നീ എന്ത് ചെയ്യും? അപ്പൊ ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. ഞാൻ വിളിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ദിവ്യ. യെസ് സർ. സർ നമ്മുടെ ക്ലൗഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു സർ. ചാറ്റ് ചെയ്തല്ലേ സർ? ഇത് 200 കോടിയുടെ പ്രൊജക്റ്റ് ആണ്. നല്ല മണം. താങ്ക് യു സർ. ഇതാണല്ലോ അല്ലേ ഫൈനൽ ഇതാണ് എമൗണ്ട്, ക്രോസ് എമൗണ്ട്. ഓക്കെ, എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് സർ, എല്ലാം ഓക്കെയാണ്. പിന്നെ ഇവിടെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചാറ്റിംഗ് എല്ലാം ഓക്കെയാണ്. നമ്മൾ മൂന്നാർ പോയി അടിച്ചു പൊളിക്കുന്നു. ഓക്കെ സർ. പക്ഷേ എന്ത് പക്ഷേ? നല്ലൊരു ട്രിപ്പ് കിട്ടിയിട്ട് നമ്മൾ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. സർ ഒരു ഓക്കെ. ഹലോ, ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം. അത് നമുക്കിന്ന് ശരിയാക്കാം. ഇന്ന് MD നേരത്തെ പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. കുഴപ്പമില്ല. അങ്ങനെ നീ ഒരു വണ്ടി സ്വന്താക്കി. മനസ്സ് വെച്ചാ ഇനിയും നിനക്കിതുപോലെ പടിപടിയായി ഉയരാൻ കഴിയും. പക്ഷെ നീ മനസ്സ് വെക്കണം. വീട്ടിലൊന്ന് പോകണം. ഒത്തിരി നാളായി അച്ഛനും അമ്മയൊന്ന് കണ്ടിട്ട്. അമ്മേ ചേച്ചി വണ്ടിയായിട്ടാണ്. കൈ കുറെ സഞ്ചിയൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം നിനക്കുള്ളതാ. അച്ഛനെവിടെ അമ്മേ? അകത്തുണ്ട് മോളെ. മോളെ കേറി വാ, കേറി വാ. സുഖല്ലേ? സുഖം. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? ചില നേരത്തെ വേദന സഹിക്കാൻ പറ്റൂല മോളെ. അച്ഛാ ഇത് മരുന്ന് വാങ്ങാതിരിക്കട്ടെ. ഇത് എവിടെന്നാ മോളെ? അതൊക്കെ ഉണ്ട് അച്ഛാ. ഇത് അമ്മയ്ക്ക് ചെലവിനിരിക്കട്ടെ. ഇത്രയും പണം തരാനുണ്ടോ നിന്റെ കയ്യില്? ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. എന്നാ മോള് പോയിട്ട് വാ. പോട്ടെ അമ്മേ. പോട്ടേടാ. സൂക്ഷിച്ചു പോണേ. ബൈ. ചേച്ചി ആകെ മാറിയിരിക്കുന്നല്ലമ്മേ. മോള് പറഞ്ഞത് വളരെ ശരിയാ അല്ലേ? അവൾക്ക് നല്ലതേ വരൂ.
ഇതുപോലത്തെ ഒരു സ്ഥലം. നമസ്കാരം സാർ. നമസ്കാരം. ഒരു ദിവ്യ ആക്സിഡന്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നു. അവരുടെ വിവരം ഒന്ന് അറിയാമെന്നാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. കൈയുടെ ഫ്രാക്ചർ സീരിയസ് ആണോ ഡോക്ടർ? ഇല്ല, ഷോൾഡർ ബോണിന്റെ ജോയിന് ഒരു പൊട്ടലുണ്ട്. ഡോക്ടറെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റിയാല്. ഓഫ് കോഴ്സ്. സിസ്റ്റർ മാറിക്കോട്. എന്താ മോളെ നിനക്ക് സത്യത്തിൽ സംഭവിച്ചത്? ഒരു കാറ് വന്ന് ഇടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ മമ്മദിക്ക. വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ സിസ്റ്ററെ? ഓ, എന്നാ മോള് റെസ്റ്റ് ചെയ്യ്, ഞങ്ങള് പോയിട്ട് വരാം. സേതു അച്ഛനൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട കേട്ടാ. പോയാലോ ഉണ്ണി? തലക്ക് കിട്ടിയല്ലോ. ആ, അപ്പൊ കണ്ണിനാന്നെങ്കില് ഒന്നും കാണും. വാ, ഞാൻ പറഞ്ഞുതരാം. വാ. ശരി മോളെ. ദിവ്യ, ഞങ്ങൾ ഇറങ്ങാം. ആശുപത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു വരാന്ന് പറയരുത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ദിവ്യ, സേതു എങ്ങനെയുണ്ട്? വേദനയുണ്ട്. ഒരാഴ്ച ഉണ്ടാവും എന്തായാലും. ഞാൻ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതോ പെയിൻ കൂടിയാൽ സിസ്റ്ററെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തേക്കണേ. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഫ്രാക്ചറേ ഉള്ളു. എപ്പോഴാ പോകാൻ പറ്റുക? നാളെ നമുക്ക് പോട്ടാ. റിലാക്സ് ചെയ്തിരുന്നുള്ളൂ, പേടിക്കാനൊന്നുമില്ല, സുഖമായിട്ടിരുന്നുള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇനിയിപ്പോ ടാബ്ലറ്റ് കഴിക്കാം. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. മോള് പേടിച്ചോ? ഈ ഞാനുള്ളപ്പോഴോ? എനിക്കെന്ത് മനസ്സിലാവുന്നില്ല. എന്നെ വിശ്വാസമല്ലേ? 100%. സേതു എത്തിയല്ലോ. ഞാൻ തുറന്നു. ദേവി, നോക്ക്, ശ്രദ്ധിച്ച് സൂക്ഷിച്ചേട്ടോ. ഇതാ, ഒന്ന് പിടിച്ചേ. ടാബ്ലറ്റ് എല്ലാം ഇതിലുണ്ട്. ഞാൻ ഒന്ന് കുടിച്ചിട്ട് വരാം. മോളിരിക്കേ. മോള് കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ അപ്പത്തേക്കും കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഉണ്ണി ശ്രദ്ധിക്കട്ടാ. ഞാൻ പിടിക്കാം. നീ എന്നെ താങ്ങണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ മക്കളെ അങ്ങോട്ട് ഇറങ്ങ, നോക്കി ഇറങ്ങണേ. വാ, വണ്ടിയുടെ കപ്സല്ലേ, കേറ് കേറ്. ഞാൻ വിളിക്കടാ, കുറച്ചായിട്ട് വിളിക്കാം. ഇക്ക ഇങ്ങ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ലൂടാ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ ആനന്ദേ, വെറുതെ ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഉള്ള പൈസ അവര് മേടിച്ചു. കൈവിട ഉണ്ണി, വെറുതെ മെനക്കേടുണ്ടാക്കല്. വീണ്ടും ഫോൺ വന്നു. ഫോൺ എടുക്ക് നീ. ഒന്ന് ഉഷാറായാലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. കൈവിട ഉണ്ണി, മനുഷ്യനെ തള്ളിയിടും ഇത്. വീഴണ്ട, ഇരിക്കുക. അകത്തോട്ട് കയറാ, ഉള്ളോടത്തൊക്കെ ഇരിക്കും എല്ലാവരും. പാത്തു, നിങ്ങള് പോയിട്ട് ഇത്തിരി കട്ടൻ ചായ വെക്ക്. ആ റിസൾട്ട് ഉപ്പാടെ തലങ്ങണിയുടെ അടിയിൽ വെച്ചേരട്ടാ. മോളെ ലൈറ്റ് വെറുതെ ഇരിക്കാൻ പറഞ്ഞു. ഉണ്ണി, ഡോക്ടർക്ക് അങ്ങനെ പലതും പറയാ. ഞാൻ കയറി വീട്ടിൽ വെറുതെ ഇരുന്ന കുടുംബത്തെ കാര്യങ്ങൾ നടക്കണ്ടേടാ.
എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. പക്ഷേ നീ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ എല്ലാ കുറവുകളെയും മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നിന്റെ സമ്മതത്തോടെ അല്ല ഈ വിവാഹം നടന്നതെന്ന്. ശരിയാണ് സേതുവേട്ടാ, ഞാൻ കരുതി സേതുവേട്ടൻ എന്നെ വിലയ്ക്ക് വാങ്ങിയതാണെന്ന്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി സേതുവേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം. എന്ത് തൻ്റെ സ്ഥാനത്ത് ഏത് പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ദിവ്യ, നീ എൻ്റെയാണ്. നീ ഇല്ലാതെ എനിക്കൊരു പൂർണ്ണതയില്ല. ഞാനൊരു ഭാഗ്യവാനാണ്. അതെന്താ? നിന്നെപ്പോലെ ഒരു സുന്ദരിയെ ഭാര്യയെ കിട്ടിയില്ലേ? നമുക്ക് ആ ജോലി വേണ്ടടോ. അവസാനിപ്പിക്കാം, പക്ഷെ 3 ദിവസം കൂടി, അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി. ഒന്നുമില്ല, അവളിതൊരു വീട്ടിലെത്തിയിട്ടില്ല. ആ ശരി. എന്താ പറഞ്ഞേ? നാൻസി നേരത്തെ വീട്ടിലെത്തിന്നാ പറഞ്ഞത്. ദേവി, ഈ കുട്ടി എവിടേക്കായി പോയിരിക്കുന്നത്? ഞാനിന്ന് ആനന്ദിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ വേം വിളിക്കേ. ആനന്ദ്, നീ എവിടെടാ? ദിവ്യ ഇതൊരു വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ശരി, ഞാനവിടെ വരാം. അമ്മേ, ഞാനൊന്ന് പോയിട്ട് വരാം. മോൻ പോയിട്ട് വാ. അമ്മേ, അച്ഛനെ വിളിച്ചു പറയണേ. ആ, അത് ഞാൻ പറഞ്ഞോളാം. നീ സൂക്ഷിച്ചു പോണേ. ഇതേ ദിവ്യയുടെ MD. വാ സർ, നമസ്കാരം. നമസ്കാരം. ഇതുവരെ ദിവ്യ വീട്ടിൽ വന്നില്ലല്ലോ സർ. സേതു, ദിവ്യ വേറെ എവിടെയെങ്കിലും? ഓഫീസിൽ നിന്ന് വൈകിയാണ് ഇറങ്ങിയത് സാറേ. ഞാൻ ആക്ച്വലി ഇന്ന് ഓഫീസിൽ ഇല്ലായിരുന്നു. അവളിതുവരെ വീട്ടിൽ വന്നില്ലടാ. ഓഫീസിലോ? ഓഫീസിൽ വന്നില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് കൂടെ നമ്മൾ അങ്ങോട്ട് വരാം. വിടറാ. ഹലോ, നിങ്ങളെവിടെ ഉള്ളത്? ആ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ ഉണ്ണി, ഇത് ദിവ്യ ഓഫീസിൽ നിന്ന് വന്നിരുന്ന പിന്നെ അവിടെ പോയി. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ തന്നെ ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. വണ്ടി എടുക്കടാ, വേഗം പോട്ടെ. ആ പോലീസുകാരൊക്കെ വാർത്തതൊന്നും കൊണ്ടുവരാ. കൃഷ്ണന് വണ്ടി ഉണ്ടല്ലോ അവിടെ. അഫ്സലേ, നീ ശ്രദ്ധിച്ചോട്ടാ. എന്താ പ്രശ്നം? ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണ് സാർ. ദിവ്യല്ലേ? ദിവ്യയാണ് സാർ. വൈറസ് മെസ്സേജ് ഉണ്ടായിരുന്നു. ദിവ്യയുടെ അച്ഛനും ഭർത്താവും വെയിറ്റ് ചെയ്യുന്നുണ്ട് സാർ. നമസ്കാരം. ആ നമസ്കാരം. നമസ്കാരം, ഇരിക്കേ. MLA ഷാജി വിളിച്ചിരുന്നു. ഞാനൊരു പരാതി എഴുതി കൊടുത്തിരുന്നു. ആ, പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതും? റൈറ്ററെ ഏൽപ്പിച്ചിട്ടുണ്ട് സാർ. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇല്ല സാർ, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും വീട്ടിലില്ല. സേതുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും? ഇല്ല സാർ, ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല സാർ. അവൾ എൻ്റെ ജീവനാണ്.
ഒരു നോട്ടം കൊണ്ടുപോലും മോനെ ഇല്ല സർ, ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല സർ. കരയല്ല ചെയ്തു, നമുക്ക് ശ്രമിച്ചു നോക്കാം. കൃഷ്ണേട്ടാ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് വിവരം പറയാം. ഇപ്പൊ പോയിക്കോളൂ. ഓക്കെ. ആ ഓക്കെ, ശരി ശരി. സർ, ഇത് ചില വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ മൊബൈൽ കലാപരിപാടികളാ. SI എന്ത് പറഞ്ഞു? അന്വേഷിക്കാം, എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാമെന്നാ പറഞ്ഞു. വാ നമുക്ക് പോയി അന്വേഷിക്കാം. എവിടാ? അങ്ങോട്ട് അല്ല, തീരുമാനമാവണ്ടേ? നിന്നൊരു സ്ഥലത്തും നാളെ മിസ് എല്ലാവരും കൊണ്ടുപോകാൻ അന്വേഷിക്കും. Mr. Mohammad Iqbal, everybody of Katachar station must be here by 10 a.m. എന്റെ പൊന്നുമോളെ, ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ പൊന്നു ദൈവമേ. എന്റെ ഒന്ന് അടങ്ങണ്ടേ രമണി, ഇങ്ങനെ ബഹളം വെക്കാതെ. ഞാൻ എങ്ങനെ ബഹളം വെക്കാതിരിക്കും? എന്റെ കുഞ്ഞ് എന്തായി? MLA ഷാജി ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ മോൾ എവിടെ പോയി? രമണി ഒന്ന് സമാധാനായിട്ട് ദേവി, നീ എന്തായി പറയുന്നേ? ഭാസ്കരേട്ടാ, വാ ഇരിക്ക്. എന്റെ മോള് പാവോ സാറേ, ഞങ്ങൾക്ക് അവളെ ഒന്ന് കണ്ടാ ഭാസ്കരേട്ടാ, മാത്രം മതി. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. മോനെ, നിനക്കെങ്കിലും പറഞ്ഞൂടെ അവൾ എവിടെ പോയിന്ന്? അവനൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടല്ല അവള് പോയത്. എന്റെ മോൾ എവിടെ പോയോ? സമാധാനിക്കും. തന്റെ പരിവാരങ്ങളൊന്നും ആഗതരായില്ലടോ. വന്നു സാർ. വിളിക്കടോ. വാ. പരാതി പറയാൻ വരുന്നിടത്ത് മോശമായി പെരുമാറുക, അവരെ ഹറാസ് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണോടോ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ? കഷ്ടം, എല്ലാം കണക്കാ. അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല സാർ. Then your boss is lying. മുഹമ്മദ്, ഉണ്ണി, അഫ്സൽ, സേതു, ആനന്ദ് ഇവരൊക്കെ പരാതിയായി വന്നപ്പോൾ പട്ടി ആട്ടും പോലെ ആട്ടിയില്ലേ നിങ്ങൾ? ഒരു പെൺകുട്ടിയെ കാണാനില്ലെന്ന് മാത്രമാണ് സാർ പറഞ്ഞത്. ഇനി മേലിൽ ഏതെങ്കിലും വിധത്തിൽ എനിക്ക് കംപ്ലൈന്റ് കിട്ടിയാൽ എല്ലാത്തിനും ഞാൻ സ്ഥലം മാറ്റും. എവിടേക്കാന്നറിയോ? ആനയ്ക്കാമ്പോയിലേക്ക്. റിമെമ്പർ ദാറ്റ്. വിട്ടോ വിട്ടോ, എല്ലാം വിട്ടോ. കൃഷ്ണേട്ടാ, ആരാ ഇവരൊക്കെ? ഇത് ദിവ്യയുടെ അച്ഛൻ. എന്റെ പൊന്നു സാറുമാര് ദയവുണ്ടാവണം, എവിടെയാണെങ്കിലും എന്റെ മോളെ ഒന്ന് കണ്ടുപിടിച്ചു തരണേ. ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നോ ഇത്? ആദ്യമല്ലായിരുന്നു, എന്നാ പിന്നീട് മതി. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇത്രയേറെ സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ടും അവൾ മറ്റൊരു സ്ഥാപനത്തിൽ നിസാര ശമ്പളത്തിന് എന്തിനു ജോലിക്ക് പോയി? അത് അവളുടെ തീരുമാനമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ എതിർത്തില്ല. നിങ്ങൾ എതിർത്തിട്ടും പിന്നെ എങ്ങനെ ജോലിക്ക് പോയി? അത് ഞാൻ പറയാം. താങ്കൾ അവളെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നതല്ലേ സത്യം? ഒരിക്കലും അല്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. എന്റെ മോളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു തരണം. ഒരു മിനിറ്റ്. മുഹമ്മദ് ഇക്ബാൽ സർ, ആ പുല്ലൂരാം പാറയിൽ ഒരു കൊലപാതകം, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം. ഡ്രൈവർ, ഇമ്മീഡിയറ്റ്ലി. എങ്ങോട്ടീ പോണ? സാറേ, സാറേ, ഇല്ല അങ്ങോട്ട് ഇപ്പൊ കയറ്റി വിടില്ല. സാർ, ഭാര്യയാണ് സാർ. അങ്ങനെ കയറ്റി വിടില്ലെന്ന് പോ. ഒന്ന് കാണിക്കും സാറേ. കയറ്റി വിടില്ല, എന്തൊക്കെ പറഞ്ഞാലും കയറ്റി വിടില്ല. പോ. സാർ സാർ, ഹസ്ബൻഡാ സാർ, ഒന്ന് കാണിക്കും സാർ. എൻ്റെ ഭാര്യയാണ് സാർ. ഒന്ന് കയറ്റി കാണിക്കടോ.
സേതു 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 സ്റ്റാറ്റുറ്ററി വാണിംഗ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കേസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും. ചേച്ചി ചേച്ചി ഇത് ദിവ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട മാസ റിപ്പോർട്ടാണ്. യു ഗോ ഹെഡ്. ഐ നീഡ് ഓൾ ദ ഡീറ്റെയിൽസ് ആൻഡ് റിപ്പോർട്ട്. ഓക്കെ സർ. വാപ്പാടെ കടയിൽ ഞാനിങ്ങനെ പുട്ടുണ്ടായി കൊണ്ട് നിൽക്കുമ്പോ അടുക്കളയിൽ പാലായിട്ട് വന്നതാണ് നിങ്ങളുടെ ഉമ്മ. അങ്ങനെ പാല് കൊണ്ടോന്നുണ്ടോന്നുണ്ടോന്ന് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഇങ്ങാട് പോരുന്നു. അതൊക്കെ ഒരു കാലഘട്ടം. ആ മമ്മദ്ക്ക വാടാ. ആ എല്ലാവരും ഉണ്ടല്ലോ. പാപ്പയും മക്കളും ഭയങ്കര കോമഡിയാണല്ലോ. ആ വാ കേറി മക്കളെ ആ കസേര ഇട്ട് കൊടുക്കി കാക്കന്മാരിക്ക്. ശരിപ്പാ. അല്ല എന്തിപ്പ എല്ലാരും എന്തൊക്കെയുണ്ടോ മമ്മദ്ക്ക് വിശേഷം? ഒന്നും പറയണ്ട. ഒരു ഉത്സാഹക്കുറവാടാ. ഈ ഭാഗത്തായിട്ടേ എന്തോ കയറ്റി വെച്ചണ പോലെ ഒരു തോന്നല്. ആ മരുന്നിന്റെ ഭക്ഷണം കഴിക്കാനല്ലോ മര്യാദക്ക്. ഭക്ഷണത്തിനോട് അങ്ങനെ താല്പര്യം തോന്നണില്ല. പിന്നെ മക്കള് നിർബന്ധിക്കുമ്പോ ഇത്തിരി കഞ്ഞിയായിട്ട് കുടിക്കും. ഞാനിനി മക്കളുടെ നിർബന്ധം കൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ പോയത്. അല്ല എനിക്ക് പിന്നെ വേറെ എന്ത് നോക്കാനിനി. ആ അത് പോട്ടെ. എടാ നമ്മുടെ ദിവ്യയുടെ കേസിന്റെ കാര്യം എന്താ? അത് വെള്ളത്തിലിട്ട വര പോലെ ഒരു കാര്യമില്ല. ഇതിന്റെ പുറകില് ശക്തമായിട്ട് ആര് കിടന്ന് കളിക്കുന്നുണ്ട്. ഇവൻ പറഞ്ഞത് ശരിയാണ്. എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നി. ആർക്കും എന്തോ ഒരു ഇടപെടലില്ലാതെ ഇങ്ങനെയിട്ട് വലിക്കേണ്ട കാര്യമില്ല. അതിന് കേസിന് ചുമതല എസ് ഇക്ബാലിനാണ്. ഇക്ബാലിനാ? ആ അപ്പൊ പിന്നെ ഒരു പ്രതീക്ഷയും വേണ്ട. അയാൾ ഇതുവരെ ഒരു കേസും തെളിച്ചിട്ടില്ല. അവൻ അമുക്കാടാ. അവൻ ആളുകളെ നിന്ന് കാശ് മേടിച്ചിട്ട് കേസിന്റെ വഴി തിരിച്ചു വിടും. അത് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ വേറെ എന്തെങ്കിലും ഇടപെടൽ നടത്തണം. സേതുവിന്റെ അച്ഛൻ ക്രൈംബ്രാഞ്ചിന് ശ്രമിക്കുന്നുണ്ട്. ഇനി വന്നെടുത്ത് വെച്ച് കാണാടാ. സത്യോ ജയിക്കുള്ളൂ എപ്പോഴും. എന്നാൽ അങ്ങോട്ട് പോകാം. എങ്ങോട്ട്? വരുന്നെടുത്ത് ഒരൊറ്റ കീറാൻ വെച്ചുള്ളൂ. പോട്ടാ ഉണ്ണി. ഇതേ എനിക്ക് അധികം വർത്താനം പറയാൻ പാടില്ലാണ്ടാണ്. പീഡിയലാർന്നെങ്കിൽ അണ്ണാക്കിൽ ഞാൻ ഉണ്ടമ്പൊരി തിരികെ കൊടുത്തന്നെ. ഉണ്ണി ഒതുങ്ങി. അല്ല നമ്മുടെ സേതുവിനെ കാണാറുണ്ടാ? എന്താണ് ഇപ്പൊ അവന്റെ ഒരു അവസ്ഥ? പരിതാപകരം. അവനെ മൊബൈൽ വിളിച്ചാൽ കിട്ടാറുമില്ല. വീട്ടിൽ ചെന്നാ കാണാറുമില്ല. വീട്ടുകാർക്കാണെങ്കിൽ അറിയത്തുമില്ല. ഇങ്ങോട്ട് വിളിക്കാറുമില്ല. ആ ഉണ്ണി പ്രാസം ഒപ്പിച്ച്. സേതുവിന് ഭയങ്കര മാറ്റം. നിന്നെയും വിളിക്കാറില്ല ആനന്ദേ? ഇല്ലക്കാ. എന്ത് പറ്റി ചക്കനി? നമ്മൾക്ക് കടാര് ഓർക്കും. അന്തോണിച്ച നാളെ മുതൽ കട തുറക്കും. ആ കള്ളം തോണി കള്ളൂർ നിർത്തി. ആ അത് സത്യോടാ. എനിക്ക് നെഞ്ചുവേനോന്ന് ഞാൻ ആശുപത്രിയിലായപ്പോ അവൻ പേടിച്ചു പോയി. അന്ന് നിർത്തി കൂടി. വെടിപ്പായാ മതിയായിരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യിക്കാം. ഞങ്ങളെ നടക്കട്ടെ. ഓക്കെ റെസ്റ്റ് ചെയ്യാം.
മൂക്കിന്റെ താഴത്ത് 3 കൊലപാതകം നടന്നിട്ട് എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടുപിടിക്കാൻ കഴിയാത്ത താനൊക്കെ ഒരു സ്റ്റേഷന്റെ അധിപനാണോ? സാർ ഞാൻ കഷ്ടം. ഹണി, നമ്മുടെ ദിവ്യയുടെ കേസിന്റെ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയോ? അത് ഇന്ന് വൈകിട്ട് എത്തിക്കാമെന്ന് ഡോക്ടർ ധന്യ പറഞ്ഞിരുന്നു സർ. അവരൊക്കെ തിരക്കുള്ളവരല്ലേ, നമ്മൾ പോയി കളക്ട് ചെയ്യണം. ഏർപ്പാടാക്കാം സർ. ഓക്കെ, ഗുഡ്. താങ്ക് യു സർ. ഇപ്പൊ എനിക്ക് മനസ്സിലായി സേതുവേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഹലോ, എപ്പോ? ഞങ്ങളൊപ്പ പോയി. മക്കളെ സഹിക്കുന്നില്ല മമ്മക്ക. പറയപ്പ ഉമ്മയുടെ കഥ പറയപ്പ. ഉമ്മയെ കാണാൻ പോയതല്ലേ? ഇനി ആരാ ഉപ്പ ഞങ്ങൾക്ക്? ഞങ്ങൾ അനാഥരായില്ലേ? ഞങ്ങളുടെ ഒപ്പം പോയി. ഇനി ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഇനി എന്നെ ചീത്ത പറഞ്ഞത് ആരായില്ല മമ്മക്ക? ഉപ്പ പറയപ്പ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി. പിന്നെ അവൻ തന്നെയാണെന്ന് പറയുമ്പോൾ സിയലക്സി ഒരു രക്ഷയില്ല. ഞാൻ SI ഇക്ബാലുമായിട്ട് സംസാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യ അലക്സ് സാർ വരുന്നതിന് മുമ്പ് കുടിച്ചു. ദിവ്യയുടെ മരണകാരണം ഇവരാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? കഷ്ടം, അവൻ അത് തന്നെ വേണം. എന്നാലും സർ, ഞാനൊന്ന് അവരുമായി ആനന്ദേ, വീടൊക്കെ സെറ്റപ്പ് ആണല്ലോ. ആ മഞ്ഞക്കുളി ഇവിടെ ഉണ്ടായിരിക്കില്ലേ? ശിക്ഷിച്ച് മെല്ലെ മെല്ലെ ഇറങ്ങി. വാ വാ ആനന്ദേ, എല്ലാരും കയറി. ഹായ് ദീപു.
നിങ്ങളെന്താ മാറിയിരിക്കണേ? ഒന്നുമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. അവൻ അവിടെ ഇരുന്നോട്ടെ. അവൻ ഞങ്ങളോട് വന്ന തന്നെ വലിയ കാര്യ. മോളെ ചായ എല്ലാവർക്കും കൊടുക്ക്. ഏയ്, ഇതൊന്നും കാര്യമാക്കണ്ട. ഇതൊക്കെ കണ്ടു പഴയ കാര്യങ്ങൾ ഓർത്ത് കാണും. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അവൻ്റെ ലൈഫിലുണ്ടായത്. ഓക്കെ, ഞാൻ വിളിക്കാം. അമ്മേ, നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് കുറച്ച് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ മെയിൽ ചെയ്യാനുണ്ട്. ആനന്ദ് നിങ്ങൾക്കായി മാളിൽ വെയിറ്റ് ചെയ്യല്ലേ? നീ എത്രയും പെട്ടെന്ന് വന്നേക്കണം. നീ ഇല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്താ പെട്ടെന്നൊരു ബിസിനസ്? സമയം കളയാണ്ടങ്ങ് വന്നേക്കണം. പറ്റിക്കല്ലോ. നിങ്ങൾ പൊക്കോ, ഞാൻ മാളിലേക്ക് വന്നോളാം. ഹലോ, ഹായ് നാൻസി, ഹൗ ആർ യു? ഫൈൻ. നീ എന്താ കാണണമെന്ന് പറഞ്ഞു? കഴിഞ്ഞ ദിവസം സേതു നിന്നെ കുറിച്ച് ചോദിച്ചു. നീ എന്താ പറഞ്ഞു? എനിക്കറിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഫോളോ അപ്പ് ഉണ്ട്, സൂക്ഷിക്കണം. എന്നെ നോക്കാൻ എനിക്കറിയാം. ആ ചട്ടകാല എനിക്കിട്ട് എന്തുണ്ടാക്കാനാ? ഒന്ന് പോവാൻ നാൻസി. ഞാൻ പറഞ്ഞു, അത്ര തന്നെ. എന്തേലും ഇൻഫർമേഷൻ കിട്ടി അറിയിക്കുക. ശരി, ഞാൻ ഇറങ്ങാം. ഗുഡ് നൈറ്റ്. പറയടാ, ഇതെങ്ങനെ നിന്റെ ഫിഷ് ടാങ്കിൽ വന്നു? ദിവ്യേ, നിനക്ക് ഗുണമുള്ളൊരു കാര്യ ഞാനീ പറയാൻ പോകുന്നത്. നമ്മുടെ ഓഫീസിൽ നിന്ന് നീ 1-2 ഡോക്യുമെന്റ്സ് എടുക്കണം. അതിന് നീ ചോദിക്കുന്ന പണം ദീപു നിനക്ക് തരും. ദിവ്യ, ആലോചിക്കാനൊന്നുമില്ല. നിനക്ക് ചെയ്യാൻ പറ്റും. MD-യുടെ ഓഫീസിലെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നിനക്കല്ലേ. സോ നിനക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. ഇതത്ര നിസ്സാര കാര്യമല്ല. കോടികളുടെ കളിയാ. കൂടെ നിന്നാ നിനക്കും വളരാം. ഇത് 2 ലക്ഷം അഡ്വാൻസ്. ക്ലൗഡ് നെസ്റ്റ് ഗ്രൂപ്പിന്റെ ഡോക്യുമെന്റ്സ്. കൊല്ലാനായിരുന്നില്ല, ഭീഷണിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. എനിക്ക് ആ ഡോക്യുമെന്റ്സ് അത്രയും വിലപ്പെട്ടതായിരുന്നു. ഇപ്പോഴും നീ അവളെ എന്തിനാണ് കൊന്നതെന്ന് പറയുന്നില്ല.
ദ ഡോക്യുമെന്റ്. സോറി ഡിയർ, എനിക്കത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്ലീസ് പണം ഞാൻ തിരികെ തരാം. പോലെയാടി മോളെ, പണം അതെനിക്ക് പുല്ല. എനിക്ക് വേണ്ട ഡോക്യുമെന്റ്സാ. അവൻ ചോദിച്ചു കേട്ടടി കൂത്തിച്ചു മോളെ. എവിടേക്കാണ് ഓടുന്നേ? പട്ടി ഷോ കാണിക്കുന്നു. നീ ആ ഡോക്യുമെന്റ് വാമ ഗ്രൂപ്പിന് കൊടുക്കാനുള്ള ശ്രമത്തിലാണല്ലേ? ഞാൻ ആർക്കും കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. അടിയടാ. മതിയുടെ നിന്റെ അഭിനയം. എഴുന്നേക്കടി. നീണ്ട മാറ. അമീറ വേണ്ട. എന്താ പറ്റി? അവള് ചത്തോ? നീ ആ വണ്ടി എടുത്ത് മാറ്റേ. ഇവിടെ വലിച്ച് ഞാൻ തോട്ടത്തിയിട്ടേക്കാം. പാടാ കേറ്. വിട്ടോടാ. ഏട്ടാ എത്ര നേരമായി കാത്തിരിക്കുന്നു? വേഗം വാ. ഞാൻ വരാം. വരാ. നീ പയ്യെ വലിക്ക്. ഇന്ന് എന്തായാലും പറയണം. വാ. അമ്മ ഞാൻ വരാം. കിടന്നു പറയ്. വാ. ചെല്ല്. ഞാനിത് വിശ്വസിക്കില്ല. പറയടാ. റേപ്പ് ചെയ്താണോ അവളെ കൊല്ലപ്പെട്ടത്? അടി കൊണ്ടിട്ടല്ല. നീ ഒന്ന് പോയി നോക്കിയേ. ദാവം വരണുണ്ട്. വാള വേഗം കേറ്. ദീപു വണ്ടി എടുക്ക്. ഇപ്പൊ എനിക്ക് മനസ്സിലായി സേതുവേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം.
ലെറ്റ് മീ കം ഇൻ സർ. കാമേൻ, ഇതെന്താടോ ഫാഷൻ ഷോയ്ക്ക് പോകുന്നു? ഓ, സൈബർ സെല്ലുകാർക്ക് എന്തോ ആവല്ലേ? സൈബർ ക്രിമിനലുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് സർ. ഏത്? ആ സ്ത്രീ വിമോചന സമര നായികയെ പീഡിപ്പിച്ച കേസിലെ. അത് മിസ്റ്റർ അലക്സി ക്ലോസ് ചെയ്ത കേസല്ലേ? അതെ സർ. എന്തായാലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയല്ലോ. അതിന് അലക്സി സാറിന് ഒരു പ്രത്യേക സല്യൂട്ട് ഉണ്ട്. അലക്സി ഇന്ന് വരുന്നുണ്ട്. സല്യൂട്ട് നേരിട്ട് കൊടുത്താൽ മതി. ആരാ അവിടെ? ഇക്ബാൽ സാറാ. കേറി വരാൻ പറ. ആ അലക്സിയുടെ ആൾമാറാട്ട പ്രയാണമില്ലായിരുന്നെങ്കിൽ ഈ കേസും തുമ്പില്ലാതെ അനാഥമായി പോയേനെ. വാട്ട് ഐ സെഡ്. MLA ഷാജുവിന്റെ അതിരുകടന്ന കൈകടത്തൽ തനിക്ക് പല നേട്ടങ്ങളും സമ്മാനിച്ചു അല്ലേ? വാട്ട്? നോ സർ. ഗുഡ് മോർണിംഗ് സർ. എന്ത് സല്യൂട്ടാടോ ഇത്? ഇരിക്കിരിക്കെ. കാലിന് വയ്യ സാറേ. എങ്ങനെയുണ്ടോ കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു സർ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വാ അലക്സി. എങ്ങനെയുണ്ടായിരുന്നു കേസ് അന്വേഷണമൊക്കെ? ഉഷാറായി പോയി സർ. പിന്നെ DYSP ബെൻ വർഗീസിന്റെ സഹായം കൊണ്ട് കേസ് തെളിയിക്കാൻ എളുപ്പമായിരുന്നു സർ. That's good. Then how did this case came to Sedu? ദിവ്യയുടെ ഘാതകരെ അന്വേഷിക്കുന്ന സമയത്തായിരുന്നു ദീപുവിന്റെ മരണം. അതൊരു വഴിത്തിരിവായി സർ. കാരണം ദിവ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയുന്നു. എനിക്ക് കിട്ടിയ എല്ലാ ഇൻഫർമേഷൻസും അലക്സിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഗുഡ്. ഈ വഴിത്തിരിവ് എന്ന് പറഞ്ഞ സംഭവം എന്തായിരുന്നു സർ? അത് ദീപുവിന്റെ മൃതദേഹത്തിന് അരികിലായി 3 days എന്ന് എഴുതപ്പെട്ടിരുന്നു. അതെന്തോ ഒരു ഓർമ്മപ്പെടുത്തലായി എനിക്ക് തോന്നി. പിന്നീടുള്ള ആബിദ്, അമീർ എന്നിവരുടെ മൃതശരീരത്തിലും 3 days കാണപ്പെട്ടിരുന്നു. ദിവ്യയുടെ ബോഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് SI ഇക്ബാൽ ഈ 3 days പറ്റി എന്നോട് പറയുന്നത്. പക്ഷെ 3 ചക്രവാഹനവും ഇതിലൊരു കഥാപാത്രമായിരുന്നു. അന്നു മുതൽ സേതുവും നമ്മുടെ ലിസ്റ്റിലായി. ഒപ്പം ദിവ്യയുടെ MD. ഹലോ ഹലോ ഹലോ, ആരാ? ഞാൻ CA അലക്സി. പറയൂ സാർ. ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനെന്താ? ഇന്ന് വൈകിട്ടായാലോ? ഓക്കെ. ഇന്ദിരാനഗറിലുള്ള കോഫി ഹൗസ്. ഇന്ദിരാനഗർ അല്ലേ? കോഫി ഹൗസ്. ഓക്കെ 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 സാർ. ഓക്കെ ഓക്കെ.
എന്തിനാണ് സാറ് വരാൻ പറഞ്ഞത്? കാര്യം പറഞ്ഞില്ല. ദിവ്യയുടെ തിരോധാന ദിവസം ദിവ്യ ഓഫീസിൽ നിന്ന് എത്ര മണിക്കാണ് പോയത്? ഐ തിങ്ക് ഒരു 7 ആണ് അവരവിടെ നിന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളവിടെ ഒരു 6 വരെ വർക്കിംഗ് അവേഴ്സാണ്. ഓക്കെ. പിന്നെ അന്ന് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പെൺകുട്ടി ലേറ്റ് ആണെന്ന് തോന്നുന്നു. ആരെങ്കിലുമായി വല്ല അവിഹിത ബന്ധമുള്ളതായിട്ട് അറിയാമോ? ഏയ്, അങ്ങനത്തെ ഒരു കുട്ടിയല്ല. ഷീസ് എ ഗുഡ് ഗൈ. അങ്ങനെ ഒരു റോങ് ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ അല്ല. ഞാൻ വിളിച്ചാൽ വരണം. ആ സാർ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ, എനി ടൈം ഞാൻ വരാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അല്ല, ഈ അരയ്ക്ക് കിഴിപ്പോട്ട് തളർന്നുപോയാൾ എങ്ങനെ കഴുത്തറത്ത് കൊള്ളുന്നേ? ഇവരുടെ 3 പേരുടെയും കാൽമുട്ടിന്റെ പുറകിൽ അടികൊണ്ട് ചതഞ്ഞ പാടുണ്ടായിരുന്നു സർ. ഓൾദോ ദിസ് ഈസ് നോട്ട് എ കോസ് ഓഫ് ഡെത്ത്. വാട്ട്? ഇതൊരു മരണകാരണമല്ലെങ്കിലും മരിച്ച 3 പേരുടെ കാൽമുട്ടിന് പിന്നിലും അടികൊണ്ട് ചതഞ്ഞ പാടുകളുണ്ടായിരുന്നു. അത്തരമൊരു പ്രഹരമേറ്റാൽ ആ വ്യക്തിയുടെ അരയ്ക്ക് താഴേക്ക് അല്പസമയം നിശ്ചലമാകാൻ സാധ്യതയുണ്ട് സാർ. ആ സമയത്ത് എത്ര ബലവാനായ വ്യക്തിയാണെങ്കിലും ശത്രുവിനെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ദി വിക്ടിം ഈസ് കിൽഡ് ബൈ സബോർഡിംഗ് ഇൻ ദിസ് വേ. താങ്ക് യു ഡോക്ടർ. സേതുവിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കൊലപാതകം കൂടി നടക്കുമായിരുന്നു സർ. അതാരാ? നാൻസി, ദിവ്യയുടെ കൂട്ടുകാരി. Oh God. Anyway, lots of unsolved cases. We still waiting for Alexei. നീതി ലഭിക്കാത്തവർക്കായി നീതിമാനായി മാറാൻ അലക്സി കഴിയട്ടെ. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്.